ഒരു അടിപൊളി ബീഫ് റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നേക്കണത്. അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 80 to 90% കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബീഫ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചീനച്ചട്ടി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് 2 വെളിയുള്ളി ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സവാള നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു പച്ചമണം ആറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചമണം മാറി ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 തക്കാളി ഇട്ട് നല്ലോണം വഴറ്റി ഏകദേശം എണ്ണ തെളിയണ വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും അതിനുശേഷം ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ മസാലയും റെഡിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്നും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മൈ വേർഷൻ ഓഫ് ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഗാർണിഷിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ.